ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കാണുന്ന രൂപത്തിലുള്ള അക്വാറിയത്തിൽ വെക്കാൻ കഴിയുന്ന ഒരു ലൈറ്റ് LED ബൾബുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതാണ് ഇന്ന് നാം ചെയ്യുന്ന വീഡിയോ എല്ലാവരും പരിപൂർണമായി തന്നെ കാണാൻ ശ്രമിക്കുക. LED ട്യൂബ് ലൈറ്റിൻ്റെ പുറംചട്ടയിൽ നിന്ന് ഒരു പീസ് അതിനു വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ LED ബൾബുകളുടെ ഇടയിൽ 1 ഇഞ്ച് വീതിയിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് അയൺ ഉപയോഗിച്ച് ഒരു ഹോൾ അടിച്ചെടുക്കാം. LED ബൾബുകൾ നല്ലപോലെ അവിടെ ഉറച്ചു നിൽക്കണം. വല്ലാതെ ലൂസായി കഴിഞ്ഞാലും പ്രശ്നം തന്നെയാണ്. വലിയ ടൈറ്റായി കഴിഞ്ഞാൽ ഷീറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാകത്തിന് തന്നെ ഹോൾ അടിച്ചിട്ട് ഓരോ LED ബൾബുകളും അതിൽ നമുക്ക് ഉറപ്പിച്ച് നിർത്താം. ഇനി നമുക്ക് ആ ഹോളിലേക്ക് ഓരോ LED ബൾബുകൾ വീതം വെക്കാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് LED സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മാല ബൾബുകളൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ സീരിയസ് ആയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം ബ്രൈറ്റ്നെസ് ഉണ്ടാകുമെന്ന് അറിയില്ല. ബ്രൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പാരലായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. സീരിയസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു മാല ബൾബിൽ നിന്ന് കൊടുക്കുന്ന പോലെ തന്നെ ഒരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് മെച്ചെന്താണെന്ന് ചോദിച്ചാൽ LED തീരെ ഹീറ്റ് ആവുകയില്ല. കുറേ നേരം കത്തിച്ച് വെച്ചാലും LED ബൾബുകൾ ഹീറ്റ് ആവില്ല. നേരെ മറിച്ച് പാരലലാണെങ്കിൽ നമുക്കൊരു 5 വാൾട്ടിൻ്റെ അഡാപ്റ്റർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് LED ബൾബുകൾ ചിലപ്പോൾ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. LED ഹോളിലേക്ക് വെക്കുമ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും പോസിറ്റീവുകളൊക്കെ ഒരു ഭാഗത്തേക്ക്, നെഗറ്റീവുകളൊക്കെ ഒരു ഭാഗത്തേക്കായിട്ടാണ് വെക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഓരോ ലെഗുകൾ ഓരോ വശത്തേക്ക് നമുക്ക് ഇങ്ങനെ വളച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രയാസങ്ങളൊന്നുമില്ല. നല്ലപോലെ തന്നെ സോൾഡർ ചെയ്തെടുക്കാൻ കഴിയും. ഒരു LED ലെഗ് മറ്റേ LED നെഗറ്റീവ് ലെഗ് മറ്റേ LED പോസിറ്റീവ് ലെഗിൽ തട്ടുന്ന രീതിയിൽ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ എല്ലാ LED കളും തമ്മിൽ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. സീരിയസ് ആയിട്ടാണ് സോൾഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓരോ LED കളിലേക്കും വിട്ടു പോയിട്ടുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സോൾഡർ പിടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കത്തുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം എത്രമാത്രം ബ്രൈറ്റ് ഉണ്ട് എന്നുള്ളത്. ഇത് മാല ബൾബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാല ബൾബ് കത്താൻ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ്. ഇതുണ്ടാക്കുന്ന ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എങ്കിലും മാല ബൾബ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് കാണിക്കാം. നമുക്കറിയാം LED മാല ബൾബുകൾ എത്രയോ മണിക്കൂറുകളോളം കത്തിച്ച് വെക്കുന്ന ബൾബുകൾ LED നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു ഹീറ്റും അതിനുണ്ടാവില്ല. അത് ഈ സർക്യൂട്ട് വഴി കൊടുക്കുന്ന സമയത്ത് LED ഹീറ്റ് ആവില്ല. അങ്ങനെ പ്രത്യേകത ഈ സർക്യൂട്ടിനുണ്ട്. അതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ബ്രൈറ്റ്നെസ് ഉണ്ടോ എന്നറിയില്ല. ബ്രൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് തന്നെ കൊടുക്കേണ്ടി വരും. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് അക്വാറിയത്തിൽ ഉപയോഗിക്കാനാണല്ലോ. അക്വാറിയം നല്ല വെളിച്ചം വേണം. മാല ബൾബ് ആകുമ്പോൾ വലിയ ബ്രൈറ്റിൻ്റെ ആവശ്യമില്ല, ലൈറ്റ് കണ്ടാൽ മതി. പക്ഷേ അക്വാറിയം അങ്ങനെയല്ലല്ലോ. നല്ല വെളിച്ചം ഉണ്ടെങ്കിൽ അതിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വേണ്ടത്രൊരു ബ്രൈറ്റ് ഇതിന് കിട്ടുന്നില്ല. അപ്പോൾ നമുക്കത് സീരിയസ് ആയിട്ട് മാറ്റിയിട്ടൊന്ന് പാരലായിട്ട് കൊടുത്ത് നോക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ സർക്യൂട്ട് പറ്റുകയില്ല. നമുക്കപ്പോൾ 5 വാൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ വെച്ച് അല്ലെങ്കിൽ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യിക്കാം.
അങ്ങനെ LED നേരെ തിരിച്ചാക്കിയിട്ട് എല്ലാ LED പോസിറ്റീവുകൾ തമ്മിലും എല്ലാ LED നെഗറ്റീവുകൾ തമ്മിൽ സോൾഡർ ചെയ്ത് 2 ലൈനാക്കിയിട്ട് ഒരു പോസിറ്റീവ് ലൈന് ഒരു നെഗറ്റീവ് ലൈനാക്കി മാറ്റിയിട്ട് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. ഇനി നമുക്കിതൊരു 5 വാട്ടിൻ്റെ അഡാപ്റ്ററിലേക്ക് കൊടുത്ത് നോക്കാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും നല്ല ബ്രൈറ്റിലാണ് ഇപ്പോൾ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല ബ്രൈറ്റ് ഉണ്ടാകും, ശരിയാണ്. പക്ഷേ കുറേ കത്തുന്ന സമയത്ത് LED ഹീറ്റാവും. ആ ഒരു പ്രശ്നമാണ് ഇതിനുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന സർക്യൂട്ട് വെച്ചുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റിൽ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇനി അക്വേറിയത്തിന് മുകളിൽ നല്ലപോലെ ലൈറ്റ് ഇരിക്കാൻ വേണ്ടി ഒരു മരക്കഷ്ണത്തിലേക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അക്വേറിയത്തിന് മേലെ വെച്ച് നോക്കാം. അത്യാവശ്യം നല്ല ബ്രൈറ്റിൽ LED കത്തുന്നുണ്ട്. അക്വേറിയത്തിൽ മുഴുവൻ ഭാഗത്തും വെളിച്ചെത്തുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.